സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരം. അത് സതീശൻ ചെല്ലും ചെലവും കൊടുത്ത് SUCI നേതാവിനെ കളത്തിലിറക്കി നടത്തുന്ന ഒരു സ്പോൺസേഡ് സമരമാണ്. ആരാണ് SUCI നേതാവെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. മിനി പുണ്യാളം മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ പുലർച്ചെ 4 മണിക്ക് എന്നും പുണ്യാളച്ചനെ വിളിച്ചുണർത്തി നിവേദനം കൊടുത്തിരുന്ന അതേ SUCI നേതാവിനെ കളത്തിലിറക്കിയിരിക്കുന്നത് സതീശനാണ്. എന്തുകൊണ്ടെന്നല്ലേ? ഈ പരാമർശം നിങ്ങളോട് ചില സത്യങ്ങൾ പറയും. ആശാ വർക്കർമാരുടെ സമരത്തിൽ എളമരങ്കരി ദേശമേൽ എഴുതിയിരിക്കുന്നത് അരാഷ്ട്രീയവാദികളുടെ കൂട്ടായ്മ നടത്തുന്ന സമരമാണ്, അതായത് കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് നടത്തുന്ന ഒരു സമരമാണെന്നാണ്. ആ സമരത്തെ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ് വീണ്ടും. അല്ല, ഇതേ കാരണം പറഞ്ഞുകൊണ്ട് എളമരങ്കരിവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ CITക്കാർ സമരം ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഒരു അരാഷ്ട്രീയമല്ല, രാഷ്ട്രീയക്കാരായ ഞങ്ങൾ കൂടി പിന്തുണയ്ക്കുന്ന സമരമാണ്, ഒരു സംഘടനയാണ് നടത്തുന്നത്. അതെ, ഞങ്ങൾ അതിന് പിന്തുണ കൊടുക്കുന്നുണ്ട്. എങ്ങനെ കൊടുക്കാതിരിക്കും? ഇപ്പോൾ SUCI നേതാവ് പുലർച്ചെ 4 മണിക്ക് മുടങ്ങാതെ നിവേദനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് സതീശനാണല്ലോ. അപ്പോൾ നമുക്ക് പിന്തുണയ്ക്കാതിരിക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ പിന്തുണച്ച് ഡയലോഗ് കാച്ചുന്നവർ കേൾക്കേണ്ട ചില കാര്യമുണ്ട്. കാര്യം, പുണ്യാളച്ചൻ മുഖ്യമന്ത്രിയെ പുലർച്ചെ കണ്ട് ഞങ്ങൾ നിവേദനം കൊടുത്തിരുന്നത് കൊണ്ട് ആ കാലഘട്ടം ഞങ്ങൾക്ക് സുവർണ കാലഘട്ടമാണെന്നാണല്ലോ ഇവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ആര്? ഇന്നലകളിൽ പുണ്യാളം മുഖ്യമന്ത്രിക്ക് പുലർച്ചെ 4 മണിക്ക് നിവേദനം കൊടുത്തിരുന്ന, ഇപ്പോൾ ആ നിവേദനം പുലർച്ചെ നേരെ സതീശൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് 4 മണിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ സേച്ചി ഉണ്ടല്ലോ, SUCI സേച്ചി. ആ സേച്ചി ഇപ്പോൾ രാഷ്ട്രീയം കളിക്കുന്ന എന്തിനെന്ന് പറഞ്ഞാൽ അത് സതീശൻ മാസപ്പടി കൊടുത്ത് കൊണ്ടുവന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഇരുത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ സമരം നടത്തുമ്പോൾ പണ്ട് പുണ്യാളച്ചൻ്റെ കാലഘട്ടത്തിൽ ഇതിനെതിരെ ഒരു പ്രതിഷേധം നടന്നിരുന്നു. അതും കൂടി നമ്മൾ ഓർക്കണ്ടേ. അന്ന് ആശാ വർക്കർമാർ ന്യായമായ കാര്യത്തിനാണ് സമരം ചെയ്തിരുന്നത്. ആ സമരം ചെയ്യുന്ന സന്ദർഭത്തിൽ വിശാല ഹൃദയനായ പുലർച്ചെ 4 മണിക്ക് പോലും SUCI ചേച്ചിയിൽ നിന്ന് നിവേദനം സ്വീകരിച്ചിരുന്ന പുണ്യാളച്ചൻ ഇവരോട് ചെയ്തതെന്തെന്ന് പഴയ ഒരു വാർത്ത കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. വേതന വർധന ആവശ്യപ്പെട്ട് ആശാ വർക്കേഴ്സ് ആരോഗ്യമന്ത്രി VS ശിവകുമാറിന്റെ വീട് ഉപരോധിച്ചു. കടുത്ത ജോലിഭാരത്തിനിടയിൽ സംസ്ഥാനത്തെ ആശാ വർക്കേഴ്സിന്റെ മാസവേതനം 1000 രൂപ മാത്രമാണ്. കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വേണം ഫീൽഡിലെ ഫോൺ കാശ് പോലും. വേറെ ഒരുപാട് ഞങ്ങളോട് ആവശ്യപ്പെടാറുണ്ട് സേവനങ്ങൾ. ഈ സേവനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള ഫോൺ പൈസ പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതെ, ആരോഗ്യമേഖലയുടെ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഈ ആശമാർ ഇന്ന് നിരാശരാണ്. കടുത്ത വിലക്കയറ്റത്തിനും ജോലിഭാരത്തിനുമിടയിൽ ഇവർക്ക് പ്രതിമാസം ലഭിക്കുന്നത് കേവലം 1000 രൂപ. പ്രതിരോധ കുത്തിവയ്പ്പിനെത്തിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞാലോ ഓരോ മാസവുമുള്ള കോൺഫറൻസിൽ പങ്കെടുക്കാതിരുന്നാലോ അതും ലഭിക്കില്ല. ഒരു മരണമാണെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ അന്ന് റിവ്യൂ മീറ്റിംഗിൽ പങ്കെടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ആ മാസത്തെ ഓണറേറിയം കിട്ടാറില്ല. സാന്ത്വന ചികിത്സയ്ക്ക് ലഭിച്ചിരുന്ന 100 രൂപയും ഇപ്പോൾ കിട്ടുന്നില്ല. 4 പാലിയേറ്റീവിനും ആശമാർ നിർബന്ധമായിട്ടും പോയിരിക്കണം. അപ്പോൾ അതിനൊരു ചെറിയ വേതനം സർക്കാർ ഒന്നുമില്ലെങ്കിൽ ഈ തൊഴിലുറപ്പിപ്പെടുത്തി ഞങ്ങൾക്ക് അതിൻ്റെതായ ഒരു വേതനം കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും. കഴിഞ്ഞ ഡിസംബറിൽ ഇവർ നടത്തിയ രാപ്പകൽ സമരത്തെ തുടർന്ന് സർക്കാർ മുന്നോട്ടുവച്ച ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന ഉറപ്പിന്മേൽ ആരോഗ്യമന്ത്രിയുടെ വീട്ടുപടിക്കൽ പുലർച്ചെ 5 മണിക്ക് ആരംഭിച്ച സമരം 10 മണിക്ക് അവസാനിച്ചു. 1000 രൂപ 2 മീറ്റിങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ അതുമില്ല. 100 രൂപയാണ് വാക്സിനേഷൻ കൊടുക്കുന്നത്. എല്ലാം കൂടി 1000 ഉലുവ കൊടുത്തുകൊണ്ടിരുന്ന അതേ കാലഘട്ടം, അതായിരുന്നു സുവർണ കാലഘട്ടം. ആ സുവർണ കാലഘട്ടം മടക്കിക്കൊണ്ടുവരാനാണ് കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള പഞ്ചായത്തുകളിലെ 4, 3, 7 ആശാ വർക്കർമാരെ കളത്തിലിറക്കി കുറച്ച് മാസപ്പടി കൊടുക്കുന്ന മാപ്രകളെയും കൂടി കൂട്ടിച്ചേർത്ത് ഇടതുവിരുദ്ധ മാധ്യമ മുതലാളിമാരുമായിട്ടുള്ള കൂട്ടുകച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ഇത് എന്തോ വലിയ സംഭവമായി ചിത്രീകരിക്കുന്നത് കണ്ടില്ലേ? ആശാ വർക്കർമാർക്ക് ഓണറേറിയമായിട്ട് 1000 രൂപ തികച്ചു കൊടുക്കാൻ മനസ്സില്ലാത്ത വിശാല ഹൃദയനായിരുന്നു. ആ പുണ്യാളം മുഖ്യമന്ത്രിക്കാണ് മുടങ്ങാതെ എല്ലാ ദിവസവും പുലർച്ചെ 4 മണിക്ക് SUCI ചേച്ചി പോയി നിവേദനം കൊടുത്തിരുന്നത്. നിവേദനം വാങ്ങിച്ച് 1000 കുണുവെങ്കിലും ചേച്ചിക്ക് കൊടുത്തല്ലോ, അത് തന്നെ വലിയ കാര്യം, അതാണ് പുണ്യമെന്ന് അവർ വിളിച്ചു പറയുകയും ഒപ്പം ആരോഗ്യമന്ത്രി അവഹേളിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഒരു കേസും കൂടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നേരത്തെ ഒരു ചട്ടിമറിയ ഇതുപോലെ ക്ഷേമ പെൻഷൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ചട്ടിയുമായി പുറത്തു വന്നിരുന്നു. അതുപോലെ SUCI ഇന്ന് പർച്ചേസ് ചെയ്ത് മറ്റൊരു ചട്ടിമറിയയാണ് രംഗത്തിറക്കിയിരിക്കുന്നു എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. കാര്യം, കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന ചില പഞ്ചായത്തുകളിലുള്ള ആശാ വർക്കർക്ക് മാത്രം
ഈ വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആശാ വർക്കർമാർക്ക് മാത്രം ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഇല്ലേ? നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? അതെന്താ ഒരു വിഭാഗത്തിന് മാത്രം പ്രശ്നമുണ്ടാകുന്നത്? നേരത്തെ വിഴിഞ്ഞ സമരം നടന്നപ്പോൾ തീരദേശത്തെ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം പ്രശ്നം, എന്നാൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട തീരദേശത്തുള്ളവർക്ക് തീരെ ശോഷണമില്ല എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ 27,000-ഓളം ആശാ വർക്കർമാർ ഉള്ളതിൽ കേവലം തുലോം തുച്ഛവുമായിട്ടുള്ള കോൺഗ്രസ് അനുകൂല സംഘടനയിലുള്ളവർക്ക് ഈ പ്രശ്നമുണ്ടാവുകയും അതിനെ ഒരു SUCI നേതാവിനെ പർച്ചേസ് ചെയ്ത് മുന്നിൽ നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ രാഷ്ട്രീയമാണെന്ന് പറയല്ലേ? അങ്ങനെ പറഞ്ഞാലേ അത് അവരെ അവഹേളിക്കലാകുമെന്നാണ് നമ്മുടെ നാട്ടിലെ ഒരു വെപ്പ്. അതങ്ങ് കൈ വച്ചിരുന്നാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ.